എന്നുള്ളതായ അരമണിക്കൂർ സമയം ദൈവവചനത്തിൽ നിന്നും ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ട്രാൻസ്ലേഷൻ ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നതായിരിക്കും, സമയം കുറവായതുകൊണ്ട്. സോ ലെറ്റ് us turn our attention to 2 Peter chapter 1 verse 12. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. 14-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. അടുത്ത വാക്യം മതി. നമ്മൾ 3 വാക്യങ്ങളുടെ വായിച്ചല്ലോ. ആ 3 വാക്യത്തിനകത്തും ആവർത്തിച്ച് വന്ന ഒരു ഫ്രേസ് എന്തായിരുന്നു? ഓർപ്പിക്കുക, ഓർപ്പിച്ചുണർത്തുക. സോ ഐ വാണ്ട് ടു റിമൈൻഡ് യു അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞ് ആ വാക്കുകൾ അവിടെ ആവർത്തിക്കുന്നുണ്ട്. ഈ ഓർപ്പിക്കുന്നത് ആരെയാ? ഓർമ്മയില്ലാത്ത ഒരു കൂട്ടം ആളുകളെയാണോ? ഓർമ്മ നഷ്ടപ്പെട്ടു പോയവരെയാണോ? അല്ല. നോക്കി, അവർക്ക് കൊടുക്കുന്ന ക്വാളിഫിക്കേഷൻ അവിടെയുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ആരാ? ഓർമ്മയ്ക്ക് ഒരു കുറവുള്ളവരല്ല, നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും. അപ്പോൾ അറിഞ്ഞവരാണ് ഉറച്ച സത്യത്തിൽ അറിഞ്ഞ സത്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരുമാണ്. അടുത്തൊരു വാക്കവിടെ ഉണ്ട്, എന്നു വരികിലും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞവരും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിലും നിങ്ങളെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഓർപ്പിക്കേണ്ടത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി ആ കാര്യങ്ങളെ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, നമ്മളൊക്കെ അറിഞ്ഞവരാ, നമ്മളൊക്കെ ലഭിച്ചതായ സത്യത്തിൽ നാം നിലനിൽക്കുന്നവരാണ്, ഉറച്ചു നിൽക്കുന്നവരാണ്. എന്നാൽ God wants us to remember many things. Many things we have read, many things we have learned, many things God's people, men have taught us, but many times we forget all those things. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു കളയുന്നവരാണ്. അവരെ അതൊന്ന് ഓർപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായവും ഒക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പല പ്രാവശ്യം വരുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ മരുഭൂമിയിൽ കൂടി നടത്തിയ വിധങ്ങൾ, നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം. ഒരിക്കലും അത് മറന്നു കളയരുത്. ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് തിങ്സ്. യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ രസിക്കും, നിൻ്റെ വചനത്തെ ഞാൻ മറക്കുകയുമില്ല. നിൻ്റെ വചനത്തെ ഞാൻ മറക്കുകയുമില്ല. ദൈവം നമ്മിൽ നിന്ന് രാവിലെ സമയം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം അറിഞ്ഞവരാണ്, നാം ദൈവിക ശബ്ദം കേൾക്കുന്നവരാണ്. ഒരു ആഴ്ച എത്ര പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയും ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടോ? 12 മണിയായി, ഇനി അങ്ങ് നിർത്തിക്കൂടെ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നാം അറിഞ്ഞവരും കേട്ടവരും ഒക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു റിമൈൻഡ് യു വൺ മോർ ടൈം. ഐ വാണ്ട് ദാറ്റ് യു ഓൾ ഷുഡ് റിമെമ്പർ സർട്ടൻ തിങ്സ്. ഈ 1-ാമത്തെ അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിച്ച് ഉണർത്തുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ 3 വാക്ക് നമ്മൾ വാക്യത്തിൽ വായിച്ചല്ലോ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. എപ്പോഴൊക്കെയാണ് ഓർപ്പിക്കുന്നത്? 12-ാമത്തെ വാക്യത്തിൽ വായിച്ചത് നിങ്ങളെ എപ്പോഴും ഓർപ്പിക്കുന്നു എന്നൊരു വാക്കോടുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ ഞാൻ ജീവനോടിരിക്കുമ്പോൾ, ഞാൻ ഈ കൂടാരത്തിൽ ഞാൻ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളെ ഓർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? ഈ കൂടാരത്തിൽ നിന്നൊക്കെ ഞാൻ പോകേണ്ട സമയമൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നിര്യാണത്തിന് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ആ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയും. മർക്കോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ പത്രോസിനോടൊപ്പം ഈ സമയത്ത് തന്നോട് കൂടെയുണ്ട്. തൻ്റെ ഒരു സഹയാത്രികനായി, സഹശുശ്രൂഷകനായി, യൗവനക്കാരനായിരുന്ന ആ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ മർക്കോസ് ഒരു ചെറുബാലനെ പോലെ ആയിരുന്നു. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ താൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് പത്രോസിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചൊക്കെ കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ മർക്കോസിന് അവസരം ലഭിച്ചു. അപ്പോൾ പത്രോസ് ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ നിര്യാണം കഴിഞ്ഞാലും ഈ പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടതും പഠിച്ചതും ഒക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടി ഞാൻ അതിനൊരു കാര്യം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രിയ മർക്കോസ് ഒരു പക്ഷേ
അതിനുവേണ്ടി ദൈവം അവനെ ഉപയോഗിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഒരു സുവിശേഷം എഴുതും. അതിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും ഓർക്കുവാൻ അവസരം തരുവാൻ ഞാൻ അതിന് ഉത്സാഹിക്കുന്നതാണ് എന്ന് ഒക്കെ പത്രോസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മെയിൻ മോട്ടീവ് ബിഹൈൻഡ് വാട്ട് ഹീ സേസ് ഈസ് ഐ വാണ്ട് ടു റിമൈൻഡ് യു. നിങ്ങളെ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 1-2 വാക്യം ഒന്ന് നോക്കുക. പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നതായ വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ദറ്റ് ഈസ് എബൌട്ട് യുവർ സാൽവേഷൻ, എബൌട്ട് വാട്ട് യു ആർ നൗ. നോക്കുക, യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. സോ ലുക്ക് അറ്റ് സം വേർഡ്സ് ദെയർ. അവിടെ വന്നിരിക്കുന്ന ചില വാക്കുകൾ നോക്കിക്കേ. രക്ഷിതാവ്, നീതി, വിശ്വാസം, കൃപ, സമാധാനം, പരിജ്ഞാനം. സോ മെനി വേർഡ്സ് ആർ കമ്മിങ് ദെയർ. ഈ 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. പത്രോസ് അഭിസംബോധന ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ പാർക്കുന്ന ആളുകൾക്കാണ്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്തിയിലും പൊന്തോസിലും ആസിയയിലും കപ്പദോക്കിയിലും അവിടെ ഇവിടെയൊക്കെ പാർക്കുന്നതായ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് 1-ാമത്തെ ലേഖനം എഴുതിയത്. അതിൻ്റെ തുടർച്ചയാണ് ഈ 2-ാമത്തെ ലേഖനവും. അപ്പോൾ ഇവിടെയൊക്കെ പാർക്കുന്നതായ വിശുദ്ധന്മാരെല്ലാം അവർക്ക് ഇപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? യു ഹാവ് റിസീവ്ഡ് ദ സെയിം പ്രഷ്യസ് ഫെയ്ത്ത് ആസ് വി ഹാവ് റിസീവ്ഡ്. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള അതേ വിലയേറിയ വിശ്വാസമാണ് ദൈവം നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ വിശ്വാസം ഒരു ഹയർ ലെവലിലും വിശ്വാസികളായിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഉള്ള വിശ്വാസം അല്ലെങ്കിൽ അല്പം കൂടെ താഴ്ന്ന ഒരു നിലയിലാണെന്നൊന്നും പത്രോസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. The faith that God has given in your heart, the salvation that you are enjoying now is nothing lower than the precious faith that God has given us. ഞങ്ങൾക്ക് ദൈവം തന്നതായ അതേ വിലയേറിയ വിശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ വിഷയങ്ങളെക്കുറിച്ചോ വിശ്വാസ സംഹിതയെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The great faith that God has given in our heart. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നതായ വിശ്വാസം, യേശുവിനെ ഉള്ളത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ലഭിച്ചതായ ആ വലിയ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ വിശ്വാസം. 1-ാമത്തെ വാക്യത്തിൽ അതിൽ ദൈവം എന്ത് ചെയ്തു, അതിൻ്റെ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ നമ്മൾക്ക് ലഭിച്ചതായ അനുഗ്രഹം, ദൈവമാണ് ഈ രക്ഷ നമുക്ക് തന്നത്, ആ ദൈവം നൽകിയതായ രക്ഷ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. സോ ദ ഫസ്റ്റ് തിങ് that the apostle wants to remind them is about the reality of their salvation. അവരുടെ ആ രക്ഷയുടെ ആ വിഷയത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവരോട് പറവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല, വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. 3-4 വാക്യങ്ങൾ നോക്കുക. ഈ രക്ഷ നമുക്ക് ദൈവം തന്നു. സോ ഐ വാണ്ട് ഓൾ ഓഫ് യു ടു റിമെമ്പർ ദിസ് ഗ്രേറ്റ് സാൽവേഷൻ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ അസ്. യു ഹാവ് ബീൻ ഗിവൺ ദ സെയിം പ്രഷ്യസ് ഫെയ്ത്ത് ആസ് ഗോഡ് ഹാസ് given us. സോ നിങ്ങൾ കേട്ടവരാണ്, ഉറച്ചു നിൽക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾക്ക് ലഭിച്ചതായ ആ വിലയേറിയ വിശ്വാസം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. 3-4 വാക്യത്തിൽ വായിക്കുന്നത് ഈ ലഭിച്ചതായ ആ രക്ഷയുടെ ധനം, അതിൻ്റെ റിച്ചസ്, അതിൻ്റെ മഹത്വം എന്തെന്നൊക്കെയാണ് ആ 3-4 വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്നത്. Can you look at those verse 3 and 4? തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തു. So we are coming to the riches, the glory of that great salvation that God has given us. എന്താ 3-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം. So what God has given us for our living and godliness എന്നല്ല വാക്ക്. It is for our, അല്ലേ, നമുക്ക് ജീവിക്കാനുള്ളതും ഭക്തിക്ക് വേണ്ടിയുള്ളതും എന്നൊക്കെ ആ വാക്യം അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരൊക്കെ ഉണ്ട്. The real meaning is God has given us everything for our life and everything for godliness. Life is what God has poured in us. Life is the internal nature of our salvation. ദൈവം നമുക്ക് പകർന്നിരിക്കുന്നതായ
ആ വലിയ ജീവനാണ് ഇവിടെ, ആ വലിയ രക്ഷയ്ക്കാണ് ഇവിടെ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ഹാസ് ഗിവൺ ദാറ്റ് ലൈഫ് ഇൻ ടു അസ്. ആ ലൈഫിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് എന്ത്? ഗോഡ്ലിനെസ്, ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് ജീവൻ കർത്താവ് ദാനം ചെയ്തു. ആ ജീവൻ നമ്മിൽ വ്യാപരിക്കുകയാണ്. ആ ജീവൻ്റെതായ അതിൻ്റെതായ റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം പുലർത്തണം. അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? God has given us everything needed for our life and godliness. ജീവനും ഭക്തിയും എന്നുള്ള വാക്ക് മാറിപ്പോകരുത്. ജീവിതം എന്നുള്ളതിന് ബൈബിളിൽ, മലയാളം ബൈബിൾ മറ്റു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അവർ അവരുടെ ജീവനകാര്യങ്ങൾ ആലോചിക്കുന്നു. ജീവനം എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദ ഗ്രേറ്റ് ലൈഫ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ അസ്, ദ ഇന്റേണൽ ലൈഫ് ഗോഡ് ഹാസ് പോർഡ് ഇൻ അവർ ലൈഫ്. അപ്പോൾ ആ ജീവൻ അത് ഭക്തിയായിട്ട് വെളിപ്പെടുകയാണ്. ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത വാക്യത്തിൽ മറ്റൊരു ദാനം കൂടെ ദൈവം തന്നിട്ടുണ്ട്. എന്താണ്? വേഴ്സ് 4, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പ്രഷ്യസ് പ്രോമിസസ് ഗോഡ് ഹാസ് ഗിവൺ അസ്. ഇതൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. അപ്പോൾ നോക്കുക, ഈ 3-4 വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടേതായ അതിൻ്റെ വലിയ ധനം, അതിൻ്റെ വലിയ മഹത്വം, ഗ്ലോറി ഓഫ് അവർ സാൽവേഷൻ, ദ റിച്ച്നെസ് ഓഫ് അവർ സാൽവേഷൻ, അതാണ് 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ക്യാൻ യു റിമെമ്പർ 1 or 2 things there? How is our salvation so much glorious? God has given everything needed for life and godliness, and God has given us precious promises, ഇല്ലേ? വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദീസ് what can we do? ഈ ലോകത്താലുള്ള മാലിന്യം, ഈ ലോകത്താലുള്ളതായ നാശം വിട്ടൊഴിഞ്ഞിട്ട് God helps us to be partakers of the divine nature. So I want you to remember, don't forget the great riches of your salvation. The first thing he mentioned was, I want you to remember the reality of your salvation. What salvation you have received. രണ്ടാമത് പറയുന്നത് ഈ രക്ഷയുടേതായിരിക്കുന്നതായ അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. മൂന്നാമതൊരു കാര്യമാണ് അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. ഞാൻ ജസ്റ്റ് ഐ മെൻഷൻ ദീസ് തിങ്സ് ആൻഡ് നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ. ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനെക്കുറിച്ചും ഓരോ പ്രസംഗം പോലെ പിന്നീട് സമയമുള്ളപ്പം നമുക്ക് കേൾക്കാവുന്നതാണ്. നൗ ഐ ആം ജസ്റ്റ് ഗിവിങ് ദ നെയിം ഓൺലി. നോക്കിക്കേ, അതിൻ്റെ അടുത്ത 2-3 വാക്യങ്ങളിൽ there we see some responsibilities God has given to this salvation. അത് ഞാൻ പറഞ്ഞ കാര്യം, what is the reality of our salvation. രണ്ടാമത് പറഞ്ഞത് the riches God has provided with our salvation. And here, when God has done all these things, there are some responsibility also God has given us. ഈ ലോകത്താലുള്ള മാലിന്യം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് പകർന്നിട്ടുണ്ട്, ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കണമെങ്കിൽ, ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ശരിയായി നടക്കണമെന്നുണ്ടെങ്കിൽ, ലുക്ക് അറ്റ് വേഴ്സ് 5, അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. ദിസ് മോർണിംഗ് വിൽ യു ചെക്ക് യുവർ സെൽഫ്സ്? ആർ യു ഡിലിജൻറ്റ്? ആർ യു ഡൂയിങ് ദാറ്റ് മച്ച് തിങ് ഫോർ ഗോഡ്? ദൈവത്തിന് വേണ്ടി അല്പം ഉത്സാഹമൊക്കെ എനിക്കുണ്ട്, ഉത്സാഹ കുറവൊന്നും വന്നിട്ടില്ല. എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയായിരിക്കണം? സകല ഉത്സാഹവും നമ്മൾ കഴിച്ചിട്ട് എന്ത് ചെയ്യണം? അവിടെ ചെയ്യേണ്ടതായ ചില അഡീഷൻസ്, ചില കാര്യങ്ങൾ ചെയ്യണം. എ 7-step ലാഡർ, 7 പടികളുള്ള ഒരു ലാഡറിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Can you look at that? Say God has asked us to climb on this ladder. So where is that ladder fixed? ആ ലാഡർ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസം, ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന 1-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ വാക്യത്തിലൊക്കെ യു ഹാവ് ഗോട്ട് എ വെരി പ്രഷ്യസ് ഫെയ്ത്ത്. ഗോഡ് ഹാഡ് ഗിവൺ അസ് എ വെരി വാല്യുബിൾ ഫെയ്ത്ത്. ആ വിശ്വാസം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വിശ്വാസം അതിൻ്റെ ഫൗണ്ടേഷനാക്കി വെച്ചുകൊണ്ട് ഓൺ ദാറ്റ് ഫെയ്ത്ത് യു ഹാവ് ടു ബിൽഡ് സംതിങ്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വാക്കുകൾ മാത്രം നിങ്ങളൊന്ന് കാണാതെ പറയാമെങ്കിൽ എളുപ്പം അടുത്ത ഭാഗത്തേക്ക് അങ്ങ് പോവാം. So what are the 7 things that
we are supposed to add to that faith the valuable, precious faith that God has given us. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. So it's a 7-step progression that God wants from us. God has given us valuable faith, but building on that faith, we have to go up and up. ആ വിശ്വാസത്തോട് first we have to add, what is the first thing given there? Virtue. To faith you have to add virtue. Then to that virtue you have to add what? Knowledge. Then to knowledge, self-control. Then with self-control, steadfastness or perseverance. Then with that, there should be godliness. And to godliness, there should be brotherly love. And with brotherly love, the final one is love. Agape love. That is the 7th step that is given there. നോക്കണം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റെപ്പിനെ ഇവിടെ ഒരു 7 സ്റ്റെപ്പാക്കി പറഞ്ഞിരിക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇറ്റ് ബിഗിൻസ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ഹാസ് ടു ഗ്രോ അപ് ടു വാട്ട്? ഗ്രോ അപ് ടു ലവ്. അത് വരണമെങ്കിൽ അതിനിടയ്ക്ക് വരേണ്ടതായ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. When we have time, we will discuss that later. So, Apostle Peter wants these listeners or this church to whom he is writing that you should never forget the responsibilities of your salvation. The responsibilities God has given us. So many, God has given everything required for our salvation, everything for life and godliness. But you also have to be diligent. You have to be careful. You have to build on that great faith, salvation God has given us. Then only you can proceed in your Christian life. നാലാമതൊരു കാര്യം, അടുത്ത 2 വേഴ്സസ് 8, 9 and 10 അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റിവാർഡ് ഓർ വാട്ട് ഈസ് ദ റിസൾട്ട് ദറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതുമൂലം ഉണ്ടാകുന്നതായ ചില അനുഗ്രഹങ്ങളാണ്, അതിൻ്റെ ഫലങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഇവ നിങ്ങൾക്ക് ഉണ്ടായി, 8ാമത്തെ വാക്യം എങ്ങനെ തുടങ്ങുന്നത്? ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. ഇവ എന്ന് പറഞ്ഞേക്കുന്ന ഏതാ? ഇവ the 7 things that you have to add to your great faith. ഇത് നിങ്ങൾക്ക് ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? You have to grow in that. അങ്ങനെ വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില റിവാർഡ്, ചില കാര്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. Many things to explain on those words. I will not go to that. So you will be fruitful. നിങ്ങൾ ഒരിക്കലും നിഷ്ഫലരായി തീരുകയില്ല, നിങ്ങൾ ഫലമുള്ളവരായി തീരും. പിന്നെ നിങ്ങൾ ഉത്സാഹമില്ലാത്തവരായി തീരുകയില്ല. യു വിൽ ബി ഓൾ ദ മോർ, എപ്പോഴും നിങ്ങൾ വളരെ ഉത്സാഹമുള്ളവരായി മുൻപോട്ട് പോകുവാൻ കഴിയും. ഇതില്ലെങ്കിലോ, if we are not building on this great faith that you have, God has given us, what is going to happen? Verse 9, അവ ഇല്ലാത്തവനോ he is going to become blind, short sighted. അവന് ഹ്രസ്വദൃഷ്ടി ഉള്ളവനാണ്, കുരുടനാണ്. പിന്നെ തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്. മറക്കുക എന്നുള്ള വാക്കോട് വരുമ്പോൾ ഓർക്കുക എന്നുള്ള വാക്കിലാണ് നമ്മൾ തുടങ്ങിയത്. ഈ ഓർമ്മ നമ്മൾ പുലർത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നാച്ചുറലി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? മറക്കുക, മറവി ഉണ്ടാകും. അപ്പോൾ മറവി ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം എന്താ? ഓർക്കുക എന്നുള്ളതേ ഉള്ളൂ. ദർ ഇസ് നോ അതർ മെഡിസിൻ ഫോർ ദാറ്റ്. ട്രൈ ടു റിമെമ്പർ എവറിഥിങ്. അല്ലേ? ഒരാൾക്ക് പുറകോട്ട് വീഴാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ട്രൈ ടു ഗോ ഫോർവേഡ്, മുൻപോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. മുൻപോട്ട് പോകുന്ന ഒരാൾ ഒരിക്കലും പുറകോട്ട് പോകുന്നു പേടിക്കണ്ട. ഒരിടത്തെങ്കിൽ ഇരുന്ന് പോയാൽ there is a chance of sliding back, going back. So if we don't want to go back, try to go forward, then we can remain there. And if we want to remember many things, say don't forget those things. ഈ കാര്യങ്ങൾ മറക്കാതിരിക്കണം. ഇന്ന് രാവിലെ നാം ദൈവത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കേട്ടത് എന്തുവാ എന്നുള്ളത് ഇനി ഇത് കഴിയുമ്പോൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണെന്നുള്ളത്, അല്ലേ? സോ വി ഷുഡ് നോട്ട് ഫൊർഗെറ്റ്. ഇത് മറക്കാതിരിക്കണം. അങ്ങനെ മറക്കാതിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ നിലനിർത്തി മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നോക്കണം, എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ? 3-4 things. ഓക്കെ, ദ ഗ്രേറ്റ് റിയാലിറ്റി ഓഫ് അവർ സാൽവേഷൻ,
and what are the riches and glory of our salvation, and what is our responsibility concerning that, and what is the reward or what is the result if we are doing this. അടുത്തൊരു കാര്യം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലുണ്ട്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. ആ റിവാർഡ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ, ബട്ട് ദിസ് വൺ യു ക്യാൻ ആഡ് ഇറ്റ് ആസ് അനദർ ഇമ്പോർട്ടൻറ്റ് വൺ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായി ലഭിക്കും. ദ റെസ്റ്റ് ദാറ്റ് ഗോഡ് ഈസ് പ്രോമിസിങ് us. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ നമുക്ക് ചെന്ന് അവിടെ നമ്മുടെ കർത്താവിനോടുകൂടെ വിശ്രമിക്കുവാനുള്ളതായ, ഇവിടെ നമ്മൾ വളരെയധികം വളരെ ബിസിയാണ്, കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയമില്ല. വി ആർ ഡൂയിങ് മെനി തിങ്സ്, ബട്ട് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് us an eternal rest. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് അവർ ഗോൾസ്. നമുക്ക് അവിടെ ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നമ്മളാരും നിഷ്ഫലരായി തീരുകയില്ല, അങ്ങനെയൊക്കെ പോകാൻ നമുക്ക് കഴിയും. ബട്ട് ദ ഗ്രേറ്റസ്റ്റ് റെസ്റ്റ് ദാറ്റ് വി ആർ എക്സ്പെക്ടിങ് ഈസ് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് വെൻ വി റീച്ച് ദെയർ. അവിടെ കൊടുത്തേക്കുന്ന ഒരു വാക്കുകൂടെ വളരെ പ്രത്യേകമായൊരു വാക്കാണ്. നോക്കുക, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ആ ഒരു വാക്കെന്താ? ധാരാളമായി പ്രാപിക്കും. ധാരാളമായി എന്നിവിടെ കൊടുത്തേക്കുന്ന പദം പുതിയ നിയമത്തിൽ ഒരു 4 പ്രാവശ്യം മാത്രം വന്നിരിക്കുന്ന ഒരു പ്രത്യേക പദമാണിത്. ധാരാളമായി പ്രാപിക്കും, ധാരാളമായി പ്രാപിക്കും. ഓർക്കും വേണ്ടോ വാക്യം എവിടെയാണെന്നുള്ളത്? തീത്തോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം വരുന്നുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് ദൈവം നമ്മിൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. ധാരാളമായി പകർന്നു. 1 തീമോഥെയോസ് 6:17 നിങ്ങൾ പിന്നീട് വായിച്ചുകൊണ്ടാൽ മതി. അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം. നോക്കണം, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ. നമുക്ക് എല്ലാം വളരെ കുറച്ച് അല്ലെങ്കിൽ കഷ്ടിച്ച് ജീവിച്ചു പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഗോഡ് ഈസ് ഗിവിങ് എവറിഥിങ് ഇൻ പ്ലെൻറ്റി. ധാരാളമായി ദൈവം നമുക്ക് തരുന്നവനാണ്. പ്ലൂസിയോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളമായി എന്നുള്ളതിന് നോക്കണം, ആ ധാരാളമായി ദൈവം നമുക്ക് തരികയാണ്. കർത്താവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ എന്ന് കൊലോസ്യത്തിൻ്റെ വാക്യമുണ്ട്. അവിടെയും ഇതേ പദമാണ് കൊടുത്തിരിക്കുന്നത്, ഐശ്വര്യമായി. അപ്പോൾ ഐശ്വര്യമായി, ധാരാളമായി, വിതൗട്ട് ലിമിറ്റ്, അങ്ങനെ ദൈവം നമുക്ക് തരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാരാളം എന്തിനുള്ളതാണ്? ധാരാളിപ്പം എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാരാളമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നമുക്ക് തരും. ഐ വാണ്ട് യു ടു റിമെമ്പർ, ഡോണ്ട് ഫോർഗെറ്റ് ദ ഗ്രേറ്റ് റെസ്റ്റ് ദാറ്റ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് യു. ദൈവം നിങ്ങൾക്ക് ഈ ഒരു നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് തരും. 2 കാര്യങ്ങളൂടെ ഉണ്ട്, അത് പേര് മാത്രം പറഞ്ഞ് ഞാനങ്ങ് പോകാം. അതിൻ്റെ 16 മുതലുള്ളതായ 16, 17, 18 വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അപ്പോസ്തലൻ പീറ്റർ ഈസ് റിമൈൻഡിങ് ദം ദാറ്റ് I am telling these things to you not because of some made up stories or somebody has said. അങ്ങനെയുള്ളതായ കഥകളൊന്നും വെച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. സോ ഹിയർ ഈസ് ദ റെവലേഷൻ of the great salvation which God has given to the apostles. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ഇരിക്കുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ രക്ഷ, നാം ഇപ്പോൾ അനുഭവിക്കുന്നതായ വിലയേറിയ വിശ്വാസം, ഈ രക്ഷ എന്ന് പറയുന്നത് ദൈവം തൻ്റെ അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാർക്ക് വിശുദ്ധന്മാർക്കൊക്കെയും അത് കാലാകാലങ്ങളിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. അവരത് കണ്ടു, നേരിട്ട് കണ്ടവരുമുണ്ട്. അതിൻ്റെ പൂർണ്ണ തോതിൽ ആർക്കൊന്നും അനുഭവിക്കാൻ അവർ കഴിഞ്ഞില്ലെങ്കിലും it has been revealed to some extent to all those people there. നമുക്ക് ഇവിടെ പത്രോസിയോട് പറയുന്ന സംഭവം ഏതാണെന്നറിയാമോ? ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, I am reminding these things to you. I am asking you to remember all these things because this is not out of any made up story. We have seen this. This has been revealed to us. അവിടെ പറഞ്ഞേക്കുന്ന പ്രത്യേക സംഭവം എന്ന് പറയുന്നത് ട്രാൻസ്ഫിഗറേഷൻ, കർത്താവിൻ്റെ കൂടെ
ശിഷ്യന്മാരും പത്രോസും യാക്കോബും യോഹന്നാനും പോയി അവിടെ കർത്താവിൻ്റെ കൂടെ ചെലവഴിച്ചതായ ആ സമയത്തെക്കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. കർത്താവിൻ്റെ കൂടെ അവർ നടന്നു 3.5 വർഷം, അങ്ങനെ അവർ കേട്ടു. അതുകൂടാതെ തന്നെ ആ മറുരൂപ മലയിൽ അവർ ചെന്നപ്പോൾ they have actually seen the great glory revealed through Jesus Christ there. അവിടെ അവർ കേട്ടൊരു ശബ്ദം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഞങ്ങളിവിടെ ഒരു കൂടാരം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പത്രോസ് ചോദിച്ചപ്പോൾ എന്തോ കർത്താവ് പറഞ്ഞത്, നോ നോ നോ, ഇവന് ചെവി കൊടുക്കുക. ഓക്കെ, അതാണ് വായിക്കുന്നത് അവിടെ. അവിടെ അവർ കേട്ടതായ ശബ്ദം എന്ന് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ചുള്ളതായ ആ റെവലേഷൻ അവർക്ക് അവിടെ കിട്ടിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒടുവിലായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ആ അധ്യായം അവസാനിപ്പിക്കുന്നത് ഈ വലിയ റെവലേഷൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനേക്കാളൊക്കെ സൂപ്പർ ആയിട്ടുള്ളതായ കാര്യമെന്ന് പറയുന്നത് എന്താണെന്ന് പറയാമോ? 19-ാമത്തെ വാക്യം, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ട്. ദ ഗ്രേറ്റസ്റ്റ് റിസോഴ്സ് ഓഫ് അവർ സാൽവേഷൻ, the greatest resource of what we are enjoying today. Where can we find the riches of that? That we get through the word of God. ദൈവത്തിൻ്റെ വചനത്തിലാണ് ഇതിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്നത്. പ്രവാചകവാക്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ മഹിമയൊക്കെ കണ്ടതാണ്. ബട്ട് മോർ ദാൻ ദാറ്റ്, ഓവർ ആൻഡ് എബവ് ദാറ്റ്, വാട്ട് ഈസ് ദ റിസോഴ്സ് ഓഫ് ദി സാൽവേഷൻ? ഇറ്റ് ഹാസ് ബീൻ റിവീൽഡ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ തിരുവെഴുത്തുകൾക്കകത്താണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന രക്ഷയുടെ യഥാർത്ഥമായ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഐ വാസ് ജസ്റ്റ് മെൻഷനിങ് എ ഫ്യൂ പോയിന്റ്സ് ഫോർ യുവർ റിമെമ്പറൻസ് അഗെയിൻ. കെൻ യു റിമെമ്പർ സം ഓഫ് ദോസ് തിങ്സ്? നമ്മൾ ആദ്യം പത്രോസ് പറഞ്ഞ എന്തിനെക്കുറിച്ചായിരുന്നു? നിങ്ങളുടെ രക്ഷയുടേതായിരിക്കുന്ന ആ യാഥാർത്ഥ്യം, ദ റിയാലിറ്റി ഓഫ് യുവർ സാൽവേഷൻ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു? ദ റിച്ചസ് ഓർ ദ ഗ്ലോറി ഓഫ് യുവർ സാൽവേഷൻ. അതിനകത്ത് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയൊക്കെ ദൈവം തന്നു. മൂന്നാമത് ഞാൻ പറഞ്ഞത്, ഡോണ്ട് ഫോർഗെറ്റ് യുവർ റെസ്പോൺസിബിലിറ്റീസ്. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു കളയുവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മറന്നു കളയാതെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ you have the result of that, the reward of that. I want to remind you about that reward. And the greatest reward that God has promised is the 5th point I mentioned, that is the rest that God is going to give us. നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നുള്ള ആ സാൽവേഷൻ റെസ്റ്റ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സാൽവേഷൻ റെസ്റ്റ് at present we are not getting that salvation rest to the full extent, but we will be getting that when we reach there. ആ ധാരാളമായി എന്നുള്ളതായ ആ അനുഗ്രഹം നമുക്ക് ലഭിപ്പാൻ ഇടയായിത്തീരും. ഇതിൻ്റേതായിരിക്കുന്ന റെവലേഷൻ ശിഷ്യന്മാർക്ക് ദൈവം നൽകിക്കൊടുത്തു. എന്നാൽ മോർ ഓൺ ദാൻ ഓൾ ദീസ് തിങ്സ് വി ഹാവ് ദ റിസോഴ്സ് ഓഫ് ഓൾ ദീസ് തിങ്സ് ഇൻ ദ ബുക്ക്, ദ ബൈബിൾ. ദെയർ വി ഹാവ് ദ റിയൽ വെൽത്ത് ഓഫ് വാട്ട് ദിസ് സാൽവേഷൻ ഈസ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതായ കാര്യങ്ങൾ ഇന്ന് രാവിലെ സമയം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കിടയായി തീരട്ടെ. നിങ്ങളിത് നന്നായി അറിഞ്ഞവരാണ്, നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണ്. എന്നാൽ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനമായത് നമുക്ക് ലഭിച്ചതായ വിലയേറിയ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ മേൽ പണിത് ഉയർത്തുന്നവരായി, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ എവ്രിതിങ് നീഡഡ് ഫോർ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് ദൈവം നമുക്ക് അത് നൽകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആൻഡ് വി വിൽ ബി ടേക്കൺ ടു ദി ഫൈനൽ ഇറ്റേണൽ റെസ്റ്റ്. അത് നമുക്ക് ധാരാളമായി പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന്